2025 ഫെബ്രുവരി 23 സുപ്രഭാതം പത്രത്തിൽ സ്വാശ്രയ സർവകലാശാല വിഷയത്തിൽ മുസ്തഫ വാക്കാലൂർ എഴുതിയ ലേഖനം. വൈരുദ്ധ്യാത്മക നിലപാടിൽ വീണുടഞ്ഞ വിദ്യാവസരങ്ങൾ. 2016 ഉമ്മൻചാണ്ടി ഭരണത്തിന്റെ അവസാന ദിനങ്ങളിലൊന്നിൽ കോവളത്ത് ആഗോള വിദ്യാഭ്യാസ കോൺക്ലേവിൽ പങ്കെടുക്കുവാൻ വേണ്ടി വേദിയിലേക്ക് വരികയായിരുന്ന ഉന്നത വിദ്യാഭ്യാസ കൗൺസിൽ വൈസ് ചെയർമാൻ TP ശ്രീനിവാസനെ പൊടുന്നനെ അവിടെ ഇരച്ചെത്തിയ SFI വിദ്യാർത്ഥികൾ മുഖത്തടിച്ച് താഴെയിട്ടു. ചാനലുകളിലും പത്രങ്ങളിലും വന്ന ആ ദയനീയ കാഴ്ച ഒളിമങ്ങാതെ മനസ്സിൽ കിടക്കുമ്പോഴാണ് രണ്ടാം പിണറായി ഭരണത്തിൻ്റെ അവസാന വർഷത്തിൽ സ്വകാര്യ യൂണിവേഴ്സിറ്റികൾക്ക് കേരളത്തിൻ്റെ വാതിലുകൾ തുറന്നുകൊടുക്കുകയാണ് എന്ന അറിയിപ്പ് വരുന്നത്. 1994 24-ാം വയസ്സിൽ പോലീസിൻ്റെ വെടിയുണ്ടയേറ്റ് വീണുപോയതാണ് സഖാവ് പുഷ്പൻ. 5 മാസം മുമ്പാണ് 54-ാം വയസ്സിൽ 30 വർഷം കട്ടിലിൽ നിന്നും എഴുന്നേൽക്കാൻ കഴിയാതിരുന്ന പുഷ്പൻ മരണത്തിന് കീഴടങ്ങിയത്. സ്വാശ്രയ വിദ്യാഭ്യാസത്തോടുള്ള പാർട്ടിയുടെ എതിർനിലപാടിനെ പിന്തുണച്ച് DYFI നയിച്ച സമരാഗ്നിയിൽ കൂത്തുപറമ്പിൽ വെച്ച് നടന്ന പോലീസ് വെടിവെപ്പിൽ പുഷ്പനോടൊപ്പമുണ്ടായിരുന്ന 5 ധീര സഖാക്കൾക്കാണ് ജീവൻ നഷ്ടപ്പെട്ടത്. സ്വകാര്യ വിദ്യാഭ്യാസത്തോടുള്ള പാർട്ടിയുടെയും ഇടതുമുന്നണിയുടെയും അസ്പൃശ്യത അത്രക്ക് ഭയാനകരമായിരുന്നു, കപടവും. 2011 UDF അധികാരത്തിലേറിയ ഉടനെ തന്നെ സ്വകാര്യ സർവകലാശാലയ്ക്ക് വേണ്ടി ശ്രമങ്ങൾ ആരംഭിച്ചിരുന്നു. ഡോക്ടർ സിറിയക് തോമസിൻ്റെ നേതൃത്വത്തിൽ ഒരു സാധ്യതാ പഠനം നടത്തുകയുണ്ടായി. 2015 സിറിയക് റിപ്പോർട്ട് ലഭിച്ചത്. സ്വകാര്യ സർവകലാശാല ആരംഭിക്കാമെന്നും വിദേശ സർവകലാശാലകൾക്ക് അംഗീകാരം കൊടുക്കാമെന്നുമായിരുന്നു റിപ്പോർട്ടിൻ്റെ ഉള്ളടക്കം. എന്നാൽ ഇടതുപക്ഷം, വിശിഷ്യ CPM-ഉം പോഷക സംഘടനകളും ഒരു നിലക്കും അംഗീകരിച്ചില്ല എന്നു മാത്രമല്ല, പിന്നീട് വന്ന ഇടതുഭരണം വിരുദ്ധ നിലപാടിൽ ഉറച്ചുനിന്നു. അപ്പോഴേക്കും രാജ്യത്തെ എല്ലാ സംസ്ഥാനങ്ങളും സ്വകാര്യ സർവകലാശാലകളുടെ ഗുണഭോക്താക്കളായി മാറിയിട്ടുണ്ടായിരുന്നു. അപ്പോഴും കേരളത്തിൽ നിന്നുള്ള വിദ്യാർത്ഥികൾ രാജ്യത്തിനകത്തും പുറത്തുമുള്ള സ്വകാര്യ സ്ഥാപനങ്ങളിൽ വലിയ തുക ഡൊണേഷനും ഫീസും കൊടുത്ത് പഠിക്കാൻ തുടങ്ങി. യൂറോപ്പിലേക്കും അമേരിക്കയിലേക്കും പോയവർ തിരിച്ചു വന്നില്ല എന്നു മാത്രമല്ല, നാട്ടിലുള്ള കുടുംബാംഗങ്ങളെ കൂടി അങ്ങോട്ടേക്ക് കൊണ്ടുപോയി. കേരളം ആളൊഴിഞ്ഞ വീടുകളുടെ ഒരു കാടായി മാറി. 10 വർഷമാണ് നമുക്ക് നഷ്ടപ്പെട്ടത്. മത്സരാധിഷ്ഠിത കാലത്ത് നമ്മൾ ഒറ്റപ്പെട്ടു പോകുമെന്നും മൂർത്ത സാഹചര്യങ്ങൾക്കനുസൃതമായി തീരുമാനമെടുക്കുക എന്നത് ഒരു മാർക്സിയൻ നിലപാടിൻ്റെ ഭാഗം കൂടിയാണ് എന്നുമൊക്കെയാണ് ഉന്നത വിദ്യാഭ്യാസ മന്ത്രി നയംമാറ്റത്തെക്കുറിച്ച് പ്രതികരിച്ചത്. മൂർത്ത സാഹചര്യം ഏതെന്ന് മനസ്സിലാക്കുന്നിടത്ത് പാർട്ടിക്ക് വൻ പിഴവുകളാണ് സംഭവിച്ചിരിക്കുന്നത്. 1982 മുതൽ 87 വരെയുള്ള കരുണാകരൻ മന്ത്രിസഭയുടെ കാലത്താണ് കോളേജിൽ നിന്നും പ്രീ ഡിഗ്രി ബോർഡ് വേർപ്പെടുത്തി +2 ആരംഭിക്കാനുള്ള തീരുമാനമെടുത്തത്. CPM അതിനെതിരെ സമരം ചെയ്ത് നാട് കത്തിച്ചു. എന്നാൽ പിന്നീട് വന്ന EK നായനാർ ഗവൺമെൻറ് സ്കൂളിൽ +2 കൊണ്ടുവന്നു. 2001 മുതൽ 2006 വരെയുള്ള കാലയളവിൽ AK ആൻ്റണി സ്വാശ്രയ സ്ഥാപനങ്ങൾക്ക് അംഗീകാരം നൽകിയപ്പോൾ അതിനെയും പാർട്ടി എതിർത്തു. എന്നാൽ പിന്നീട് വന്ന അച്യുതാനന്ദൻ സർക്കാർ യഥേഷ്ടം സ്വാശ്രയ കോളേജുകൾ അനുവദിച്ചു. 1990കളിൽ ആരംഭിച്ച ആഗോളവൽക്കരണം തൊട്ട് നമ്മൾ ജീവിക്കുന്നത് ഒരു ഗ്ലോബൽ വില്ലേജിനകത്താണ്. സാമ്പത്തിക നയത്തിൽ, കാർഷിക നയത്തിൽ, വാണിജ്യ നയത്തിലൊക്കെ മാറ്റങ്ങളുണ്ടായി. ഇന്ത്യ ഘാട്ട് കരാറിൻ്റെ ഭാഗമായി. അതുകൊണ്ടാണ് 2000 അംബാനിയും ബിർളയും ചേർന്ന് വാജ്പേയി പ്രധാനമന്ത്രിയായ കാലത്ത് വിദ്യാഭ്യാസ പോളിസി ഫ്രെയിംവർക്ക് കൊണ്ടുവന്നത്. ഇതിലാണ് സ്വകാര്യ സർവകലാശാലകളുടെ അനിവാര്യതയ്ക്ക് ഊന്നൽ കിട്ടിയത്. അന്നു തൊട്ടേ ഇന്ത്യയിൽ സ്വകാര്യ വിദ്യാഭ്യാസ സംരംഭങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞു. തൊട്ടടുത്ത സംസ്ഥാനമായ തമിഴ്നാട്ടിൽ 6 ഡീംഡ് യൂണിവേഴ്സിറ്റികളും 27 സ്വകാര്യ യൂണിവേഴ്സിറ്റികളും പ്രവർത്തിക്കുന്നുണ്ട്. മാതാ അമൃതാനന്ദമയിയുടെ ഡീംഡ് യൂണിവേഴ്സിറ്റിയായ അമൃത വിശ്വവിദ്യാപീഠം തമിഴ്നാട്ടിലാണ് ആരംഭിച്ചത്. അതേസമയം പാർട്ടിയുടെ സമുന്നതരായ നേതാക്കളുടെ മക്കളെല്ലാം പഠിച്ചത് സ്വകാര്യ സ്ഥാപനങ്ങളിലാണ്. പിണറായി വിജയൻ്റെ മകൾ T വീണ കോയമ്പത്തൂരിലെ അമൃത വിശ്വവിദ്യാപീഠത്തിലാണ് പഠിച്ചത്. മകൻ വിവേക് ബ്രിട്ടനിലെ ബർമിംഗ്ഹാം സർവകലാശാലയിലാണ് ബിസിനസ് മാനേജ്മെൻറ്റ് പഠിച്ചത്. പൂനെയിലെ സ്വകാര്യ സ്ഥാപനമായ ഭാരതീയ വിദ്യാപീഠം സർവകലാശാലയിലാണ്
കോടിയേരി ബാലകൃഷ്ണന്റെ മകൻ ബിനീഷ് പഠിച്ചത്. MV ഗോവിന്ദൻ മാസ്റ്ററുടെ മക്കൾ പഠിച്ചതും സ്വകാര്യ സ്ഥാപനങ്ങളിൽ തന്നെ. ഈ പറയപ്പെട്ട 3 നേതാക്കളും പാർട്ടിയുടെ അഖിലേന്ത്യാ ഉന്നതാധികാര സമിതിയായ പോളിറ്റ് ബ്യൂറോയിൽ അംഗങ്ങളും സംസ്ഥാനത്ത് വർഷങ്ങളോളം പാർട്ടി സെക്രട്ടറി പദം അലങ്കരിച്ചവരും മുഖ്യമന്ത്രിയും മന്ത്രിമാരും ആയവരുമാണ്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ അനേകം നേതാക്കൾ ഈ പാത പിൻപറ്റിയവരാണ്. 3 ഉന്നതരുടെ ഉദാഹരണം നിരത്തിയത് കാര്യം അസന്നിഗ്ധമായി ബോധ്യമാവാൻ വേണ്ടി മാത്രമാണ്. ഒരടി മുന്നോട്ട് വെക്കുമ്പോഴേക്ക് 2 അടി പിറകോട്ട് പോകണം എന്ന വരട്ട് തത്വശാസ്ത്രമാണ് കമ്മ്യൂണിസത്തിൻ്റേത്. ഇതാണ് എക്കാലവും കേരളത്തെ ഉന്നത വിദ്യാഭ്യാസത്തിൻ്റെ കാര്യത്തിൽ പിന്നിൽ നിർത്തുന്നതും. എന്നാൽ ഈ ആശയപ്രഹേളിക നേതാക്കൾക്ക് ബാധകമല്ല എന്നും അണികൾക്കും സംസ്ഥാനത്തെ സാധാരണക്കാർക്കും മാത്രം ബാധകമാണ് എന്നും പറയുന്നതിലെ യുക്തിയാണ് മനസ്സിലാവാത്തത്. കേരളത്തിൽ വിദ്യാഭ്യാസമായി ഏറെ പിന്നാക്കം നിൽക്കുന്ന ജില്ലയാണ് കണ്ണൂർ. അവിടെ പാർട്ടി ഗ്രാമങ്ങളാണ് വിദ്യാലയങ്ങളെക്കാൾ കൂടുതലുള്ളത്. ഇന്ന് തലയുയർത്തി നിൽക്കുന്ന പരിയാരം മെഡിക്കൽ കോളേജ് സഹകരണ മേഖലയിൽ കൊണ്ടുവരുന്നത് തടയും എന്ന് പ്രഖ്യാപിച്ച് സഹകരണ മന്ത്രിയായിരുന്ന സർവോപരി പാർട്ടിക്കു വേണ്ടി ജീവിതം ഉഴിഞ്ഞുവെച്ച സഖാവ് MV രാഘവനെ അക്രമാസക്തമായി വഴിതടഞ്ഞതിൻ്റെ അനന്തരഫലമാണ് കൂത്തുവെപ്പ് വെടിവെപ്പും 5 പേരുടെ ജീവൻ പൊലിഞ്ഞതും സഖാവ് പുഷ്പൻ മരണക്കിടക്കയിൽ 30 വർഷം കിടപ്പിലായതും എല്ലാം. അദ്ദേഹത്തിൻ്റെ വിയോഗം സംഭവിച്ച് 5 മാസമായിട്ടില്ല. പാർട്ടിയുടെ നയം മാറി. കേരളത്തിലെ 20ഓളം വരുന്ന സർവകലാശാലകളോ തത്തുല്യമായ സ്ഥാപനങ്ങളോ വരുന്നതിൽ പാർട്ടിയുടെ പങ്ക് നിസ്സാരമാണ് എന്ന് പറയാം. ഈ നയം മൂലം കേരളത്തിൻ്റെ ബൗദ്ധിക സമ്പത്ത് ചെറുപ്രായത്തിൽ തന്നെ കടൽ കടന്നു പോകുന്ന സ്ഥിതിവിശേഷമാണ് ഇന്ന് നാം കാണുന്നത്. ഇതിനൊരു സ്വാഭാവിക തിരിച്ചടിയാണ് ട്രംപ് ഇഫക്റ്റിലൂടെയും UK പുതിയ എമിഗ്രേഷൻ പോളിസിയിലൂടെയും അനുഭവിക്കുന്നത്. ഇന്ത്യയിൽ നിന്നും വിദ്യ തേടിയും തൊഴിൽ തേടിയും അമേരിക്കയിൽ എത്തിപ്പെട്ട് അനധികൃത വിഭാഗത്തിൽ ഉൾപ്പെട്ടിരിക്കുന്ന ഇന്ത്യക്കാരുടെ എണ്ണം 17 ലക്ഷമാണ്. രാജ്യത്തെ നയിക്കുന്നവർക്ക് വിദ്യാഭ്യാസ, സാങ്കേതിക, തൊഴിൽ രംഗത്ത് കാഴ്ചപ്പാടില്ലാത്തതിൻ്റെ അനന്തരഫലമാണ് ഇതെല്ലാം. ഈയിടെ കാനഡ ഇന്ത്യയിൽ നിന്നുള്ള വിദ്യാർത്ഥികൾക്ക് വിലക്കേർപ്പെടുത്തിയിരുന്നല്ലോ. ഇത്തരം ജിയോ പൊളിറ്റിക്സ് കൂടുതൽ ബാധിക്കുന്നത് നമ്മുടെ കുട്ടികളെയാണ് എന്നത് നമ്മെ അലോസരപ്പെടുത്തേണ്ടതാണ്. ഏതായാലും തെറ്റ് തിരുത്താൻ സമയമായി എന്ന് ബോധ്യപ്പെട്ട സ്ഥിതിക്ക് ഇടത് സർക്കാരിൻ്റെ പിന്തിരിപ്പൻ നിലപാടിൽ മാറ്റം വരും എന്ന് പ്രത്യാശിക്കാം. വിദേശ സർവകലാശാലകൾക്ക് പ്രവർത്തനാനുമതി നൽകരുത് എന്ന് 2023 ജനുവരി 7 പോളിറ്റ് ബ്യൂറോ കുറിപ്പിറക്കി. പിന്നീട് തിരുത്തി. 2024 ബജറ്റ് പ്രസംഗത്തിൽ വിദേശ സർവകലാശാലകളെ സ്വാഗതം ചെയ്യുന്നതായി KN ഗോപാലൻ സൂചിപ്പിച്ചു. 2025 ബിൽ കൊണ്ടുവന്നു. ഇതെല്ലാം നല്ല കാര്യങ്ങളാണ്. എന്നാൽ നടപ്പിലാക്കപ്പെടുന്ന രീതിയിലാണ് അതീവ ജാഗ്രത വേണ്ടത്. പഴയ സ്വാശ്രയ എഞ്ചിനീയറിംഗ് കോളേജുകളുടെ അവസ്ഥയിലേക്ക് സ്വകാര്യ വിദേശ യൂണിവേഴ്സിറ്റികൾ വഴുതിപ്പോവരുത്. സർക്കാരിൻ്റെ ഇച്ഛാശക്തി അഥവാ റെഗുലേറ്ററി പവർ കൃത്യമായി നടപ്പിലാക്കാനായാൽ വൻ നേട്ടങ്ങൾക്ക് വഴിമരുന്നിടുന്ന നയം മാറ്റം തന്നെയാണിത്. അപേക്ഷിക്കുന്നവർക്ക് മുഴുവനും സർവകലാശാലാ പദവി കൊടുക്കാതെ കൃത്യമായ, എല്ലാവർക്കും ബോധ്യമാകുന്ന സുതാര്യമായ തെരഞ്ഞെടുപ്പ് രീതികൾ നടപ്പിലാക്കണം. ഇത് മറ്റൊരു രാഷ്ട്രീയായുധമായി സർക്കാർ ഉപയോഗിക്കരുത്. അതുവഴി ആരെയും പ്രീതിപ്പെടുത്താൻ ശ്രമിക്കരുത്. സംസ്ഥാനത്തിനകത്ത് നിന്നുള്ള ക്രെഡിബിൾ സ്ഥാപനങ്ങൾക്ക് മുൻഗണന കൊടുക്കണം. പ്രാദേശിക സന്തുലിതത്വം പാലിക്കണം. കൃത്യമായ ജാതി മത പരിഗണനകൾ ഉൾച്ചേരണം. എല്ലാത്തിലുമുപരി ഗുണമേന്മയും ലോകോത്തര മാത്സര്യവും ഉറപ്പുവരുത്തുന്ന സ്ഥാപനങ്ങൾ തന്നെയാവണം. അതിനായി പുതിയ സർവകലാശാലകളുടെ പിന്നിൽ വിജയം വരെ സർക്കാർ നിലയുറപ്പിക്കണം. എങ്കിലേ ഇവിടെ നിന്നും പുറത്തേക്ക് പോകുന്നവരെ പിടിച്ചു നിർത്താനും പുറമേ നിന്നുള്ളവരെ ആകർഷിക്കുവാനും സാധിക്കുകയുള്ളൂ. ഇവ പരമപ്രധാന ലക്ഷ്യങ്ങളുമാണ്.